Hello my dear students, welcome back to organizational behavior. നമ്മൾ മോഡ്യൂൾ 3 മോട്ടിവേഷൻ തിയറീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം കണ്ടന്റ് തിയറീസിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി കഴിഞ്ഞ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ആ കണ്ടന്റ് തിയറിയിൽ തന്നെ രണ്ട് തിയറീസ് ആണ് നോക്കുന്നത്. ഒന്ന് ഹെയ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി, അതുപോലെ ആൽഡെഫെറസ് ERG തിയറി. ആ രണ്ട് തിയറീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ മോട്ടിവേഷൻ തിയറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തിയറിയാണ് 2 ഫാക്ടർ തിയറി കണ്ടന്റ് തിയറീസിൽ. ഈ കണ്ടന്റ് തിയറീസ് എല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇതിൽ 2 ഫാക്ടർ തിയറിയിൽ നമ്മൾ ഒരു ഡ്യുവൽ സ്ട്രക്ചർ അപ്രോച്ചാണ് ഫെഡറിക് ഹെസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഥർ ഫോം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഈ ഒരു അപ്രോച്ച് ഏകദേശം ഒരു 200 അക്കൗണ്ടൻറ്റ്സ് ആൻഡ് എൻജിനീയേഴ്സ് പിറ്റ്സ്ബർഗിൽ അവരായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത ശേഷമാണ് ഈ ഒരു തിയറി ഫോം ചെയ്തത്. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരോടൊക്കെ ചോദിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, അവരോട് അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളതും അതുപോലെ ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പം അതിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ അക്കൗണ്ടൻസിൻ്റെ അടുത്തും എൻജിനീയേഴ്സിൻ്റെ അടുത്തും ചോദിക്കുകയുണ്ടായി. സോ അവർ പലരും എൻറ്റയർലി വളരെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സാണ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റഡ് ആയിട്ടും ഡിസാറ്റിസ്ഫാക്ഷൻ റിലേറ്റഡ് ആയിട്ടും പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ലോ പേ അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞെങ്കിലും ഹൈ പേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞില്ല. അതിന് പകരം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത് അവരുടെ നേട്ടങ്ങൾ, റെക്കഗ്നിഷൻസ്, അതൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളായിട്ട് പറഞ്ഞത്. സോ അങ്ങനെ അത്രയും പേരുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചുകൊണ്ട് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും രണ്ട് ഓപ്പോസിറ്റ് എൻഡിലാണ് ഒരു സിംഗിൾ സ്കെയിലിൻ്റെ എന്നുള്ള രീതിയിലാണ് ഹെയ്സ്ബർഗ് കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ രണ്ട് സെറ്റുകൾ ഓഫ് ഫാക്ടേഴ്സ് അദ്ദേഹം കണ്ടെത്തി. അതിൽ ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതും ഡിസാറ്റിസ്ഫാക്ഷൻ തരുന്നതുമായിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. അപ്പം ഏത് സെറ്റ് ഓഫ് ഫാക്ടേഴ്സാണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അതിനെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്നും അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഈ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഒരു ജോബിൽ നിന്ന് കിട്ടുന്നതാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. ഇനി ഈ ഡിസാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനെ ഹൈജീൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജോബ് പെർഫോം ചെയ്യുന്ന വർക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ജോബിലുള്ള അച്ചീവ്മെൻറ്റ്, റെക്കഗ്നിഷൻ, അഡ്വാൻസ്മെൻറ്റ്, ജോബ്, പിന്നെ പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ത്രൂ ജോബ്, റെസ്പോൺസിബിലിറ്റി ഇൻ ജോബ്, ഇതൊക്കെയാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഹൈജീൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുടെ പോളിസി, ടെക്നിക്കലായിട്ടുള്ള സൂപ്പർവിഷൻ, സാലറി, ജോബ് സെക്യൂരിറ്റി, ജോലി കൊണ്ടുള്ള പേഴ്സണൽ ലൈഫ്, വർക്കിംഗ് കണ്ടീഷൻസ്, വർക്ക് കൊണ്ടുള്ള സ്റ്റാറ്റസ്, പിന്നെ ഈ പറയുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്, സൂപ്പർവൈസേഴ്സായിട്ട്, ഒപ്പം ജോലി ചെയ്യുന്നവരായിട്ട്, സബോർഡിനേറ്റ്സ് ആയിട്ടൊക്കെ, അതാണ് ഹൈജീൻ ഫാക്ടേഴ്സ്. സോ ഇങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ ഹെയ്സ്ബർഗ് മാനേജേഴ്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവരുടെ ഹൈജീൻ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ശ്രദ്ധ, അതിന് ഹൈജീൻ ഫാക്ടേഴ്സിനെ നന്നായിട്ട് കെയർ ചെയ്യണം. അതിലവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ പാടില്ല. ഓക്കെ, കാരണം ഹൈജീൻ ഫാക്ടേഴ്സാണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് മോട്ടിവേറ്റ് ചെയ്യണു. അപ്പം ഹൈജീൻ ഫാക്ടേഴ്സിനെ നന്നായി ശ്രദ്ധിച്ച് അവർക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് നന്നായി കൊടുക്കുക, ജോബ് സെക്യൂരിറ്റി നന്നായി കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷൻസ് നന്നാക്കുക, അതൊക്കെ ചെയ്ത് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ജോബിലുള്ള അച്ചീവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് റിവാർഡ് ചെയ്യണം, അവരെ പ്രോപ്പറായിട്ട് ജോബിൽ റെക്കഗ്നൈസ് ചെയ്യണം, അവർക്ക് ജോബിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാക്കണം, ഗ്രോത്ത് ഉണ്ടാക്കണം, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഹെയ്സ്ബർഗ് മാനേജേഴ്സിന് അഡ്വൈസ് ചെയ്തത് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളിതിനു മുമ്പ് ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ?
അത് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു മരം മുകളിലേക്കും വളരുന്നുണ്ട്, അതിൻ്റെ പാർശ്വങ്ങളിലേക്കും വളരുന്നുണ്ട് അല്ലേ, വണ്ണവും വയ്ക്കുന്നുണ്ട്, മുകളിലേക്ക് പൊക്കവും വയ്ക്കുന്നുണ്ട്. ആ പൊക്കത്തിലേക്ക് പോകുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ വണ്ണം വയ്ക്കുന്നതാണ്. ഓക്കെ, സോ വണ്ണം വയ്ക്കുമ്പോൾ എന്താണ്, നമ്മൾ കൂടുതൽ പോഷകങ്ങൾ കിട്ടുമ്പോഴാണ്, നല്ല മഴയും നല്ല എന്താണ് വളമൊക്കെ കിട്ടുമ്പോഴാണ് വണ്ണം വയ്ക്കുന്നത്. അപ്പം ഇവിടെ ആ രീതിയിൽ നമുക്ക് മോട്ടിവേഷൻസ് കൊടുത്താൽ, അങ്ങനെ ജോബ് എൻറിച്ച്മെൻറ്റ് കൊടുത്താൽ അവർ മോട്ടിവേറ്റഡ് ആവുമെന്നാണ് ഹെയ്സ്ബർഗ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത തിയറിയാണ് ERG തിയറി ഓഫ് മോട്ടിവേഷൻ. അതിൽ ക്ലെയ്റ്റൺ ആൾഡർ ഫെറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഥറാണ് ERG തിയറി ഫോം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം നമ്മുടെ നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തത്, ERG തിയറി ഓഫ് മോട്ടിവേഷൻ. ശരിക്കും നമുക്ക് ഈ മാസ്ലോസ് തിയറിയും ERG തിയറിയും തമ്മിൽ കമ്പയർ ചെയ്യാം. ERG എന്ന് പറയുന്നത് E ഫോർ എക്സിസ്റ്റൻസ്, R ഫോർ റിലേറ്റഡ്നെസ് ആൻഡ് G ഫോർ ഗ്രോത്ത്. അങ്ങനെയാണ് ERG വരുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പം ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. എക്സിസ്റ്റൻസ് നീഡ്സ്, അത് കഴിഞ്ഞാൽ റിലേറ്റഡ് നീഡ്സ്, പിന്നെ ഗ്രോത്ത് നീഡ്സ്. അപ്പോൾ ആദ്യം എക്സിസ്റ്റൻസ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, അത് കഴിഞ്ഞ് റിലേറ്റഡ് നീഡ്സ്, അത് കഴിഞ്ഞ് ഗ്രോത്ത് നീഡ്സ്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു, പ്രോഗ്രഷൻ ഉണ്ടാവുന്നു. ഇനി ഇത് നേരെ താഴേക്കാണ് വരുന്നത്. എക്സിസ്റ്റൻസ് നീഡ്സ് സാറ്റിസ്ഫൈഡ് അല്ല, അത് കഴിഞ്ഞപ്പോൾ റിലേറ്റഡ് നീഡ്സും സാറ്റിസ്ഫൈഡ് അല്ല, ഗ്രോത്ത് നീഡ്സും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, റിഗ്രഷനാണ് ഉണ്ടാവുക. അതാണ് ഈ ഒരു തിയറിയുടെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഇവിടെ എക്സിസ്റ്റൻറ്റ് നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ഓഫ് മാസ്ലോ. നമ്മുടെ മാസ്ലോയുടെ ആ ഒരു ഹൈറാർക്കി നീഡിൻ്റെ ആ പിരമിഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ. അതിൽ ഏറ്റവും താഴെ ബേസിക് നീഡ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, അത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി നീഡ്സ്. സോ ഈ ബേസിക് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ചേർന്നതാണ് ERG തിയറിയിലെ എക്സിസ്റ്റൻറ്റ് നീഡ്സ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് റിലേറ്റഡ് നീഡ്സ് വരുന്നത്. റിലേറ്റഡ്നെസ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ്നെസ് ആൻഡ് എസ്റ്റീം നീഡ്സ്. അതായത് നമ്മുടെ മാസ്ലോയിൽ സോഷ്യൽ നീഡ്സും പിന്നെ സെൽഫ് എസ്റ്റീമിൻ്റെ കുറച്ച് ഭാഗം, അതാണ് റിലേറ്റഡ്നെസ് നീഡ്സ് വരുന്നത്. പിന്നെ ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മുടെ സെൽഫ് എസ്റ്റീമിലെ ബാക്കിയുള്ള ഭാഗവും സെൽഫ് ആക്ച്വലൈസേഷനാണ് ഗ്രോത്ത് നീഡ്സ് വരുന്നത്. അങ്ങനെയാണ് ERG തിയറിയും മോട്ടിവേഷൻ തിയറിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. സോ ERG തിയറി ശരിക്കും മോട്ടിവേഷൻ ബിഹേവിയറെ തന്നെയായ ഹൈറാർക്കി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ERG തിയറിയും മോട്ടിവേഷൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി പറയുന്നത്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും താഴെയുള്ള ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് അടുത്ത ലെവൽ നീഡിലേക്ക് പോകുന്നത്. നീഡ് ഹൈറാർക്കി ആ നീഡ്സിൻ്റെ ശൃംഖല അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആദ്യം ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി നീഡ്സ് വരുന്നത്, അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് സോഷ്യൽ നീഡ്സ്, അത് ഓക്കെ ആയി കഴിയുമ്പോഴാണ് സെൽഫ് എസ്റ്റീമും പിന്നെ സെൽഫ് ആക്ച്വലൈസേഷനൊക്കെ വരുന്നത്. പക്ഷേ ERG തിയറി പറയുന്നത് ഇങ്ങനെയാണ്, ഒരേ സമയത്ത് തന്നെ എല്ലാ നീഡ്സും ഒരുപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം, ഒരേ സമയത്ത് തന്നെ മോട്ടിവേറ്റഡ് ആവും, അത് സാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു ആൾ ഡിസയർ ഫോർ മണി അല്ലേ, നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത് എക്സിസ്റ്റൻസ് ആണ്. അതിനൊപ്പം തന്നെ നല്ല ഫ്രണ്ട്ഷിപ്സും നോക്കുന്നുണ്ടാവും, ദാറ്റ് ഈസ് റിലേറ്റഡ്നെസ്. അതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് നന്നായിട്ട് പുതിയ സ്കിൽസ് പഠിക്കണം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കണ്ടെത്തുകയാണ്, ദാറ്റ് ഈസ് ഗ്രോത്ത്. ഇത് മൂന്നും ഒരേ സമയം തന്നെ അയാൾക്ക് സ്വായത്തമാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ERG തിയറി പറയുന്നത് എക്സിസ്റ്റൻസും റിലേറ്റഡ്നെസ്സും ഗ്രോത്ത് നീഡ്സും ഒരേ സമയം തന്നെ നേടാം, അതാണ് ഒരു വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ERG തിയറി പറയുന്ന ഒരു എലമെൻ്റാണ്, ദാറ്റ് ഈസ് ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ എന്ന് പറയുന്നത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ മിസ്സിംഗ് ആണ്. മാസ്ലോയിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത നീഡിലേക്ക് പോകുന്നത്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ പ്രോഗ്രസ് ആണ് അവിടെ ഉണ്ടാവുക ഇല്ലേ. ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത ഹയർ ലെവൽ നീഡ്സിലേക്ക് പോകുന്നത്, അതെന്താണ്, അത് സാറ്റിസ്ഫാക്ഷൻ പ്രോഗ്രസ് പ്രോസസ്സാണ് കാണിക്കുന്നത്. പക്ഷേ ERG തിയറിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തി
ഹയർ ലെവലിലുള്ള നീഡ്സിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി എന്ത് ചെയ്യുന്നു, റിഗ്രസ്ഡ് ആയിട്ട് ലോവർ ലെവലിലേക്ക് എത്തുന്നു. ഓക്കെ, ആ ലോവർ ലെവൽ നീഡ് പിന്നെ അവിടെ തുടരാനായിരിക്കും ആൾ ആഗ്രഹിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു എംപ്ലോയി അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു, അയാൾക്ക് ഒരു ഹൈക്ക് പേയ്മെൻറ്റിൽ കിട്ടുകയാണ് അല്ലേ. മണി കിട്ടുക എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് നീഡാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് നീഡ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്തു, അടുത്ത നീഡ്, അതിൻ്റെ മുകളിലത്തെ നീഡ് എന്താണ്, റിലേറ്റഡ്നെസ് നീഡാണ്. പൈസ കൂടുതൽ കിട്ടി, അയാൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് കുറച്ചുകൂടി കൂടുതലാണ്, അയാളുടെ കയ്യിൽ പൈസ കൂടുതലുണ്ട് വന്നപ്പോൾ അയാൾ കുറേ കൂടി ഫ്രണ്ട്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതാണ് റിലേറ്റഡ്നെസ് നീഡ്സ് അല്ലേ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് കയ്യിൽ ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോകാനുള്ള പ്രവണത കാണിക്കുക, അത് സ്വാഭാവികം. സോ ഇവിടെ അതുപോലെ ആൾക്ക് എക്സിസ്റ്റൻസ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ അയാൾ റിലേറ്റഡ്നെസ് നീഡ്സിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നുകയാണ് ഇങ്ങനെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഫോം ചെയ്യുന്നത് വർക്ക് പ്ലേസിൽ അത്ര ഒരു നല്ല എളുപ്പമല്ല, ഇറ്റ്സ് വെരി ടഫ് എന്ന് പറയുകയാണ്. അപ്പോൾ ആൾക്ക് നല്ല ഫ്രണ്ട്സും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായി, ആ റിലേറ്റഡ്നെസ് നീഡ്സ് അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അയാളത് അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് റിഗ്രസ് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ എന്താണ്, ആ എക്സിസ്റ്റൻസ് നീഡ്സിൽ അയാൾക്ക് നേരത്തെ കിട്ടുന്ന മണി മതി എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഇനി കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു താല്പര്യം അയാൾക്ക് വരുന്നില്ല ഡ്യൂ ടു റിഗ്രഷൻ. ഇതിനെയാണ് ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളെ സാധാരണ ലൈഫിൽ ഒരാൾക്കിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായി പെട്ടെന്ന്, ഇപ്പോൾ ലോട്ടറി അടിച്ചു എന്നായിരിക്കും. അപ്പോൾ ഒരുപാട് റിലേഷൻസും ബന്ധങ്ങളൊക്കെ വരികയാണ്. അവസാനം അവരെ കൊണ്ട് തലവേദന ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചിന്തിക്കും, ഓ ഈ ലോട്ടറി അടിക്കണ്ടായിരുന്നു എന്ന് തോന്നും അല്ലേ. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയി പിന്നെ റിഗ്രഷൻ, പഴയ ജീവിതം തന്നെ മതിയായിരുന്നു എന്ന് തോന്നുകയാണ്. അതാണ് ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രോസസ്സ്. ഇത് മോട്ടിവേഷൻ നീഡ് ഹൈറാർക്കി തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ERG തിയറിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ERG തിയറി 2 കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ചില നീഡുകൾ മറ്റുള്ള നീഡ്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ചില നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആൾക്കാർ തന്നെ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ERG തിയറി.